പുണർദം, പൂയം, ആയില്യം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, മൂലം, പൂരാടം, ഉത്രാടം, മകം, പൂരം, ഉത്രം എന്നിങ്ങനെയുള്ള 12 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ചില സമയങ്ങൾ വളരെയധികം ശുഭകരവും ഭാഗ്യം നിറഞ്ഞതുമായി വരികയും അതേസമയം ചില സമയം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ദോഷകരമായ ഫലങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നല്ലതും മോശവുമായ സമയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിത വിജയങ്ങളെ അനായാസം സ്വന്തമാക്കുവാൻ സഹായകമാകും. ഇനി നേരെ മറിച്ച് നിങ്ങൾ ശുഭസമയം വരുമ്പോൾ അതിനെ തിരിച്ചറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ദോഷകരമായ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചില നഷ്ടങ്ങളും അപകടങ്ങളും വരുത്തി വയ്ക്കുവാൻ ഇടയുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് 29-ാം തീയതി വെള്ളിയാഴ്ച ഈ 12 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 12 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും 29-ാം തീയതി വെള്ളിയാഴ്ച വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നത് പൂയത്തിൽ രൂപം കൊള്ളുന്ന സിദ്ധിയോഗം കൊണ്ടാണ്. അതായത് ഈ സിദ്ധിയോഗം രൂപപ്പെട്ട് കഴിഞ്ഞാൽ ജ്യോതിഷപ്രകാരം മനുഷ്യ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരിക്കും നടക്കുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് 29-ാം തീയതി വെള്ളിയാഴ്ച സിദ്ധിയോഗം സൃഷ്ടിക്കപ്പെടുന്നതോടെ ജീവിതത്തിൽ വ്യത്യസ്തമായ പല മാറ്റങ്ങളും കാണുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. എന്നാൽ ഇതുവരെയുള്ള കർക്കിടകം രാശിക്കാരുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി നോക്കുവാനാണെങ്കിൽ എന്നും കഷ്ടപ്പാടുകളും നഷ്ടങ്ങൾ മാത്രം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളും കണ്ണുനീർ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയുവാൻ പോലും പല വ്യക്തികൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സിദ്ധിയോഗം സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ വന്നു ചേരുവാൻ പോകുന്നത് ജ്യോതിഷപരമായി തന്നെ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന എല്ലാവിധ ഉയർച്ചകളും നിങ്ങളിലേക്ക് നൽകുവാൻ കഴിയുന്നത്ര ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയതായി ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അതോടൊപ്പം തന്നെ കച്ചവട രംഗത്തും മറ്റുള്ള ബിസിനസ് കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ വരുമാനത്തെയും സാമ്പത്തിക വളർച്ചയെയും പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും. അതായത് സാമ്പത്തികമായി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ശമിച്ച് വളരെ ഗുണകരമായ രീതിയിൽ ഒരു സാമ്പത്തിക വരവ് നിങ്ങളിലേക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ സിദ്ധിയോഗത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരും. മാത്രമല്ല ഈ ഒരു ദിവസം ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വാഹനയോഗം കൈവരുന്നതായും ഫലത്തിൽ കാണുന്നു. അതിനാൽ തന്നെ വാഹനം എടുക്കുവാൻ ഇതൊരു നല്ല സമയമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസം അതിന് ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം തന്നെ കർക്കിടകം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ
ജോലി പോലും ശരിയായ രീതിയിൽ ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളിയാഴ്ചയോടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനം കാണുവാനും ഏറ്റവും അധികം പോസിറ്റീവായി നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുവാനും കഴിയും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം ശുഭകാര്യങ്ങൾ എങ്ങനെയാണ് വന്നു തുടങ്ങിയത് എന്ന് നിങ്ങൾ പോലും ചിന്തിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച സിദ്ധിയോഗം കൈവരുന്നതോടെ ജീവിതം ഒരു പോസിറ്റീവായ തലത്തിലേക്ക് മാറുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ ഒരു മനസ്സമാധാനം എന്താണെന്ന് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതം കഷ്ടകാലം നിറഞ്ഞതാണ് എന്ന് തന്നെ പറയാം. സ്വന്തം ജീവിതത്തിൽ ഒരു കരകയറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, കുടുംബത്തിൽ ഒരു മനസ്സമാധാനം നിറഞ്ഞ അന്തരീക്ഷം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. എപ്പോഴും കുടുംബ കലഹങ്ങളും കുടുംബ പ്രശ്നങ്ങളും കൊണ്ട് ഒന്ന് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിങ്ങൾ പലപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കർമ്മമേഖലയെപ്പറ്റി പറയുവാനാണെങ്കിൽ അവിടെയും വളരെ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളാണ് കുംഭം രാശിയിൽ പിറന്ന പല ആളുകളും നേരിടുന്നത്. അതായത് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയും എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സാഹചര്യം നേരിടുകയും ചെയ്യുന്നവരാണ് പല ആളുകളും. ഇനി മറ്റു ചിലർക്കാകട്ടെ സ്വന്തമായി ഒരു ജോലി നേടിയെടുക്കുവാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിൽ തന്നെ പല വ്യക്തികളും ജീവിതത്തിലെ പ്രതിസന്ധികളോട് മല്ലിട്ട് മടുത്ത് ഇപ്പോൾ ജീവിതം വരെ അവസാനിപ്പിച്ചാലോ എന്ന് മനസ്സിൽ ചിന്തിച്ചു തുടങ്ങി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച സിദ്ധിയോഗം തെളിയുന്നതോടെ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുകയും ഇതിൽ ഏറ്റവും പ്രധാനമായി ഒരു ജോലി പോലും ഇതുവരെ ഇല്ലാതെ കുടുംബത്തെ പോറ്റുവാൻ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച ജോലി സംബന്ധമായ ചില ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനും നിങ്ങൾക്ക് അതിലൂടെ ഒരു ജോലി എന്ന സ്വപ്നം നേടിയെടുക്കുവാനുള്ള യോഗം നൽകുകയും ചെയ്യും. മാത്രമല്ല ജോലി സ്ഥലങ്ങളിൽ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിച്ചു വന്നിരുന്ന വ്യക്തികൾക്കും ഈ യോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ഏറ്റവും സമാധാനത്തോടെ ജോലി ചെയ്യുവാൻ കഴിയുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുകയും ചെയ്യും. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയും മികച്ച ആരോഗ്യസ്ഥിതിയും മനസമാധാനവും സന്തോഷവും കുടുംബജീവിതത്തിൽ പുരോഗതിയുമെല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും സിദ്ധിയോഗം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച സിദ്ധിയോഗം സൃഷ്ടിക്കപ്പെടുമ്പോൾ ജീവിതം തന്നെ ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ ജീവിതത്തിൽ ഉടനടി ഒരു മാറ്റം വരണമെന്ന് കരുതുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ നടന്നു കിട്ടിയെങ്കിൽ മാത്രമേ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കൃത്യസമയത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് നൽകുവാൻ പോകുന്ന ഉയർച്ച ചെറുതൊന്നുമായിരിക്കില്ല എന്നുള്ളതാണ് സത്യം.
എന്നാൽ ഈ ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഭാവിയെപ്പറ്റിയും മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റിയും ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. കാരണം അത്രയേറെ സാമ്പത്തിക പ്രതിസന്ധികളും ശത്രുക്കളുടെ ഉപദ്രവവും ആരോഗ്യ പ്രശ്നങ്ങളും എന്നുവേണ്ട നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പല വിധത്തിലുള്ളവയാണ്. ഇതിൽ പ്രത്യേകിച്ച് ശത്രുദോഷം വളരെയധികം അനുഭവിച്ചു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആ ഒരു ദോഷത്തിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ സിദ്ധിയോഗം കൊണ്ട് കൈവരുന്നത്. ശത്രുദോഷം നിങ്ങളിൽ നിന്ന് ഇല്ലാതാകുവാൻ പോകുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചകളും കാണുവാൻ കഴിയുമെന്നുള്ളതും ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. ഒപ്പം തന്നെ വസ്തു കച്ചവടമൊക്കെ നടന്നു കിട്ടുവാൻ വളരെയധികം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ചില വ്യക്തികൾക്ക് കാലങ്ങളായി അതിന് ഒരു നീക്കുപോക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചില ശത്രുക്കൾ ചെയ്തു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ തടസ്സത്തിൽ നിന്ന് മറികടക്കുവാൻ കഴിയാതിരുന്നത്. എന്നാൽ ഈ സിദ്ധിയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതോടെ ശത്രുദോഷം നിങ്ങളിൽ നിന്ന് അകലുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വസ്തു കച്ചവടം നടക്കുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒപ്പം തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്ന ധനുരാശിക്കാർക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും മംഗളകരമായ ചില കാര്യങ്ങൾ നടക്കും. ഇനി സാമ്പത്തികമായൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഉയർച്ച നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ തന്നെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ കടബാധ്യതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ മനസ്സിലെ ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങളുടെ ജീവിതത്തിലെ പരിശ്രമങ്ങൾ തുടരുക തന്നെ വേണം. ഇനി നാലാമതായി ഈ ഓഗസ്റ്റ് 29-ാം തീയതി വെള്ളിയാഴ്ച സിദ്ധിയോഗം വളരെ ഗുണകരമായ ഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന പല ആളുകളും ഇപ്പോൾ ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാനായി ചില മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പുറകോട്ട് വലിക്കുന്നത് പലപ്പോഴും സാമ്പത്തിക തടസ്സങ്ങൾ തന്നെയാണ്. എന്നാൽ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് 29-ാം തീയതി വെള്ളിയാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികമായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ പിറന്ന ചില ആളുകൾ കയ്യിൽ 1 രൂപ എടുക്കുവാനില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നതാണ് സത്യം. എന്നാൽ ഈ പ്രപഞ്ചശക്തിയുടെ കടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് ചില ധനനേട്ടങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ തടസ്സങ്ങളെല്ലാം നീങ്ങി ചില വ്യക്തികൾക്ക് വിദേശയാത്രയോഗം കൈവരികയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഈ സിദ്ധിയോഗം സൃഷ്ടിക്കപ്പെടുന്ന സമയത്തെ കണക്കാക്കപ്പെടുന്നത്. അതുമാത്രമല്ല, ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുള്ള കുടുംബത്തിന് വളരെയധികം സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും പല ശുഭവാർത്തകളും നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കുവാനുള്ള യോഗം കൈവരികയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത്. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ ഒന്നും നിങ്ങൾക്ക് ഒരുവിധ ടെൻഷൻ്റെയും ആവശ്യം ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല. കാരണം മികച്ച ആരോഗ്യസ്ഥിതിയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയം. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 29-ാം തീയതി വെള്ളിയാഴ്ച ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കുകയും നിങ്ങൾ കാത്തിരുന്ന ചില അഭിമാന നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും.
അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 4 രാശിയിൽ പിറന്ന 12 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് 29-ാം തീയതി വെള്ളിയാഴ്ച സിദ്ധിയോഗം നിങ്ങളിലേക്ക് വരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്ക് തുടക്കമാകുവാൻ പോവുകയാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.